Hey guys, welcome back to my channel. ഇന്നെന്താ വെച്ചാൽ ഇന്ന് നമ്മളൊരു സ്ഥലത്തൊക്കെ പോവാൻ നിങ്ങൾക്കും കാണിച്ചു തരാം വിചാരിച്ചു. അത് ഈ ഉച്ചക്ക് 2:45 ഇങ്ങോട്ടാ പോകുന്നതല്ലേ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മളൊരു ഫാമിക്ക് പോവാണ് കേട്ടോ. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് ഹീൽസ് ഞാൻ ഒരിക്കലും മാർക്കില്ല, അതുകൊണ്ട് ഹീൽസും പേർ ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ കണ്ടാൽ ഞാൻ വെറുതെ ഇടില്ല കേട്ടോ. നമ്മൾ ഫാം വരുന്ന ദോഹയിലാണ്. ഇപ്പോൾ പോകുന്ന മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഏതോ ദിവസത്തിലാണ്. സംഭവം പറയട്ടെ, ഇത് ഞാൻ എത്രയോ മുമ്പ് എടുത്തു വെച്ചതാണ്, അതുകൊണ്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ല, ഈ മന്തിൽ തന്നെയാണ്. ഈ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെയിലിരുന്നു പുറത്ത്. പിന്നെ നമ്മളൊരു ഉച്ചക്കും പോയതുകൊണ്ട് തന്നെ പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം ഫാമിലെത്താനായി. കാരണം നമ്മളെ സണ്ണ് അങ്ങനെ നമ്മൾ ഫാമിലെത്തി. ഇതാണ് നമ്മളെ ഫാമിൻ്റെ എൻട്രി കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഫാം. ഈ ഫാമിൻ്റെ പേരെന്താ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് സാറ്റർഡേസിലും സൺഡേസിലും ഓഫാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മളൊറ്റക്കല്ല പോയത്, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമ്മളപ്പോൾ. ആരാ? മിന്നൂട്ടി, ഞാനും. ഇതാണ് മിനിച്ചിരുന്ന പള്ളി. ഇതിപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കിയില്ല, ഇത് പണ്ടത്തെ ആൾക്കാരുണ്ടാക്കി വെച്ച പള്ളിയാണ്. പക്ഷെ സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തുനിന്ന് കാണാനും വിട്ടുനിന്ന് കാണാനും വീഡിയോയിൽ കാണാനും ഭംഗിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. പിന്നെ ഈ ഒരു ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല. മെയിനായിട്ട് ഇവിടെ ആകപ്പാടെ ചിരുന്നപ്പള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് ഈ ഒരു സ്പോർട്സ് കാർ അവിടെ നിർത്തി വെച്ചത് കേട്ടാ. പിന്നെ ഇതാറിൻ്റെ ഒരു കാറാണ്, പക്ഷെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു മാത്രം. പിന്നെ കുറച്ച് പോയപ്പം അവിടെ കുറേ ഒറക്സുകൾ കണ്ടു. പിന്നെ അങ്ങനെ കുറേ പോയപ്പം വീണ്ടും കുറേ ഒറക്സുകൾ കണ്ടു. അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ റോഡിലൂടെ നമ്മൾ കാറെടുത്ത് പോയി. അതുള്ള എല്ലാ പാം ട്രീസും തെങ്ങൊക്കെ കാണാനും കഴിഞ്ഞു. അതെ. പിന്നെ നമ്മളങ്ങനെ പോയി ഏതോ ഒരു ഭാഗത്തെത്തി. ഇതാണ് ആ ഭാഗം. ഈ ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്തൊന്നും ഇല്ല. പക്ഷേ പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ സ്പ്രിംഗ്ലേഴ്സ് ഇതെങ്ങനെ നനച്ച് കുളിപ്പിക്കണം എല്ലാവരും. അവിടെ പോയി നിന്ന് നല്ല രസമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിന് ഈ ഒരു സെയിം വ്യൂ നമുക്ക് നാട്ടിൽ പോയാലും കിട്ടും. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിച്ചൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ അയ്യോ, അത് അൺഎക്സെപ്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വന്നത് കേട്ടോ. ബിൽഡ് ബൈ ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം ബിൻ താനി അൽ താനി ഇൻ ദ ഇയർ 1444 AH സ്പ്ലാഷ് 2022 AD. അപ്പൊക്കെ മനസ്സിലായില്ലേ? അതന്നെ. പിന്നെ ഇതാ ചെറുപള്ളിൻ്റെ അടുത്തുള്ള കുറേ പള്ളികളാണ്. ഇതൊന്നും ചെറുണ്ടല്ലോ കേട്ടോ, ഇതൊക്കെ സ്ട്രൈറ്റ് തന്നെ. അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഞാൻ കോട്ടൺ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ പറിച്ചു നോക്കി. സാധാ കോട്ടൻ്റെ പോലെ തന്നെ ഉണ്ട് ആ കോട്ടനും. പിന്നെ എൻ്റെ ഹീൽസിന് മാച്ച് ആവാത്ത വൈബിളുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങിട്ടോ. പിന്നെ അവിടെ പീകോക്സ് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയതാണ്. പീകോക്സ് ഒരു ലോഡ് ഉണ്ട്, പക്ഷെ പീകോക്സിനൊക്കെ ഭയങ്കര ചാടായതുകൊണ്ട് വരെ നമ്മൾക്ക് ഫെദേഴ്സ് ഒന്നും പൊക്കിയാറില്ലല്ലോ. അത് ഞാൻ വീണതല്ല, ഞാൻ ചാടിയതാണ്. അതെല്ലാവരും വീണതാ വിചാരിച്ചാലോ, അത് മോശമല്ലേ. അങ്ങനെ കുറേ ചാടി അവിടെ എത്തി. ഇതാണ് നമ്മളെ പ്ലേസ്. ഇവിടെ എന്താ ഉള്ളത് ചോദിച്ചാൽ എനിക്കും അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ പീകോക്സിനൊക്കെ കണ്ടു. കുറേ പീകോക്സ് അവിടെ ഇങ്ങനെ നടക്കണ്. ഞാൻ പറഞ്ഞില്ല അവിടെ ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഓൾറെഡി പോയ സ്ഥലത്ത് കൂടെ തന്നെ പോയിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കാം. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കണ്ടില്ല എന്ത് ഭംഗി ഇത് കാണാന്. പിന്നെ നേരെ നമ്മൾ ഐക്കേക്ക് പോയി. നാട്ടിലേക്ക് വന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു നമ്മൾ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഐക്കയിൽ വന്നാൽ മറക്കാതെ വാങ്ങുന്ന സംഭവമാണ് ഈ ഒരു ഐസ്ക്രീം. അപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം എത്തി. മെക്കനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഐസ്ക്രീം തന്നെയാണ്. ഒന്നല്ല 2 ഐസ്ക്രീംസാണ് നമ്മൾ തിന്നത്. നമ്മളൊന്ന് തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനത്തെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് കണ്ടെൻ്റെ ഈ ഒരു കോണനെ തിന്ന് തീർന്നിട്ടില്ല. അപ്പോൾ തന്നെ അടുത്തെത്തി. അതിൻ്റെ ഇടയിലല്ലേടോ കോമഡി ആയിരുന്നു. ഒരാളുടെ ഐസ്ക്രീം അപ്പോഴത്തേനും ടേബിളിൽ വീണ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കുന്നത്, ഇത് വീഡിയോയിൽ ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആഡ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഓഫ്കോഴ്സ് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ട് തന്നെ ഇല്ല, ഞാൻ മറന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറെ എപ്പോഴെങ്കിലൊക്കെ വരാം. അപ്പോൾ ഓക്കേടാ, ബൈ.